ലൊക്കേഷനിലെ ലീലാവിലാസങ്ങൾ കള്ളം പൊളിച്ചതോടെ എനിക്ക് പണി കിട്ടി തുടങ്ങി തുറന്നു പറഞ്ഞ് നിഷ സാരംഗ്. നടി നിഷ സാരംഗ് ഏവരുടെയും പ്രിയപ്പെട്ട മിനിസ്ക്രീൻ താരങ്ങളിൽ ഒരാളാണ്. 1999 അഗ്നിസാക്ഷി എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തെത്തിയ നിഷ നിരവധി സിനിമകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത ഉപ്പും മുളകും എന്ന സിറ്റ്കോം പരമ്പരയിലൂടെയാണ് നിഷ സാരംഗിന് വലിയ ജനപ്രീതി ലഭിച്ചത്. ഇതിലെ നീലു എന്ന കഥാപാത്രത്തെ ഇരുകൈ നീട്ടിയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത്. 9 വർഷത്തോളമായി ഉപ്പും മുളകും സംപ്രേഷണം ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഉപ്പും മുളകിൽ നിഷ അഭിനയിക്കാറില്ല. ഈ സീരിയലുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇതിന് പിന്നാലെയാണ് നിഷ സീരിയലിൽ നിന്ന് വിട്ടുനിൽക്കാൻ തുടങ്ങിയത്. എന്നാൽ എന്ത് കാരണത്താലാണ് താൻ പരമ്പരയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് നിഷയോ സീരിയലിന്റെ അണിയറ പ്രവർത്തകരോ വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോഴിതാ തനിക്ക് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നിഷ. സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തുന്നവർ സ്ക്രീനിന് പുറത്തുള്ള ആൾക്കാരാണ്. അവർക്ക് നമ്മുടെ കഥയൊന്നും അറിയില്ല. നമ്മളുടെ കഥാപാത്രങ്ങളിലൂടെ മാത്രമേ അവർക്ക് അറിയാൻ സാധിക്കൂ. അതിന് അപ്പുറത്ത് അവർക്കൊരു ജീവിതമുണ്ട്. ആ ലൈഫിൽ ഇവർ ആരാണ് എന്നോ എന്താണെന്നോ ഒന്നും ഇവർക്ക് അറിയാൻ പറ്റില്ല. ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് കേട്ടിട്ടായിരിക്കും അവർ മറ്റൊരു വ്യക്തിയെ കമൻ്റ് ഇടുന്നത്. പക്ഷെ ആ വ്യക്തിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതിൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പറയുന്ന ആൾ വിചാരിക്കണം ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന്. ഞാൻ ഒരു 19 വയസ്സ് കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. നല്ലതേത് ചീത്തതേത് എന്നൊക്കെ എനിക്കറിയാം. ചിലപ്പോഴൊക്കെ മനസ്സിന് ഒരു വിഷമുണ്ടായിട്ടുണ്ട്. ആരോ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ നല്ല വിഷമുണ്ടാകും. ഉപ്പുമുളകിലെ കഥാപാത്രം തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ നേടിത്തന്നത്. അതിനുശേഷമാണ് സിനിമയിൽ നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചു തുടങ്ങിയത്. ചില അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഒരു സെറ്റിൽ ഒരു ടെക്നീഷ്യനെതിരെ അനാവശ്യമായി കുറ്റപ്പെടുത്തൽ നടന്നപ്പോൾ ഞാൻ പ്രതികരിച്ചു. ഒരു വ്യാജ ആരോപണമായിരുന്നു. അത് ഞാൻ തെളിയിച്ചതിന് ശേഷമാണ് എനിക്കെതിരെ തുടർച്ചയായ നീക്കങ്ങൾ ഉണ്ടായത്. അതിനുശേഷം എനിക്കെതിരെ പല അപവാദങ്ങളും ഉണ്ടായി. അതൊന്നും ഞാൻ ഗൗനിച്ചില്ല. എൻ്റെ വീട്ടിൽ വിളിച്ചവരെ പലതും പറഞ്ഞു. ഞാൻ ലൊക്കേഷനിൽ ഒരാളുമായി പ്രേമമണിയെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ലൊക്കേഷനിൽ അയാളുമായി ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. അതുകൂടി എൻ്റെ മക്കൾ എന്നോട് ചോദിച്ചു, അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന്. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. ദൈവം ഭയങ്കര ശക്തിയുള്ള ആളാണ്. ഒരുപാട് നമ്മൾ വേദനിക്കുമ്പോൾ നമുക്ക് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ പ്രതികരിക്കാൻ ഒരവസരം ദൈവം എല്ലാ കാര്യത്തിലും തരും. നമുക്കായിട്ട് ഒരവസരം തരും. എനിക്ക് തുറന്നു പറയാൻ അവസരം തരുന്നു. അതിനായി കാത്തിരിക്കും, നിഷ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.